ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാമുകളെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഡിഗ്രി ലെവൽ എക്സാമുകളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളും അവയുടെ സോഴ്സും ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. നമുക്കറിയാം, തൊട്ടടുത്തായിട്ട് ഇനി നടക്കാനിരിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാമുകളാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും. ഈ എക്സാമുകളിൽ മിക്കവാറും ചോദ്യങ്ങളൊക്കെ നമ്മളെ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിക്കുന്ന തരത്തിൽ ആയേക്കാം. പക്ഷേ തുടക്കം മുതലേ കൃത്യമായ രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഉത്തരങ്ങളെ കൃത്യമായി നമുക്ക് കണ്ടെത്താൻ പറ്റും. തൊട്ട് മുന്നേ നടന്ന, അതായത് ഇതിനു മുമ്പ് നടന്ന ഡിഗ്രി ലെവൽ എക്സാമുകളിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ, അതായത് KS ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ സോഴ്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാമുകളിലും കൃത്യമായി ഇത്തരത്തിൽ തന്നെ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കൂ. ഈ അടുത്ത കാലത്തായി മിക്കവാറും SCRT പാഠപുസ്തകങ്ങളെല്ലാം മാറി നല്ല ലെവലിലുള്ള കണ്ടന്റുകളാണ് ഈ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാഠപുസ്തകങ്ങളിൽ നിന്നും നിരവധി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കണ്ടന്റുകൾ ഉണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകളുള്ള കണ്ടന്റ് അവിടെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ ഡീപ്പായിട്ട് തന്നെ സ്റ്റഡി ചെയ്യുക വേണം. ഒരുപക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ആ മേഖലയെ നമ്മൾ പഠിക്കുക തന്നെ വേണം. ഇവിടെ പരിചയപ്പെടുത്തുന്ന ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഏറെക്കുറെ അത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നോക്കാം, ഡിഗ്രി ലെവൽ എക്സാമുകളിൽ ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് ഉദ്യോഗാർത്ഥികളെ കുഴപ്പിച്ച PSC ചോദ്യങ്ങൾ കൃത്യമായി അറിഞ്ഞു പഠിക്കുക എന്നതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് അധികം ചോദ്യങ്ങൾ ഉണ്ടാവാറില്ല. എന്നിരുന്നാൽ തന്നെയും വരുന്ന ചോദ്യങ്ങൾ മിക്കപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് ചില കൺഫ്യൂഷനുകൾ ഉണ്ടാക്കിയേക്കാം. അപ്പം അതിനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ അതിനുള്ള ഒരു വഴിയാണ് നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത്. എങ്ങനെ വേണം നമ്മുടെ പഠനം ഡിഗ്രി ലെവലിന് വേണ്ടി നമ്മൾ ചിട്ടപ്പെടുത്തി എടുക്കാൻ നോക്കാം. ഇവിടെ നോക്കിയേ, ഡിഗ്രി ലെവൽ എക്സാം KS എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. മിക്കപ്പോഴും ഇത്രയും ഡീപ്പായിട്ട് ഉദ്യോഗാർത്ഥികൾ പഠിക്കാത്തത് കൊണ്ട് തന്നെ ഒരു ഡൗട്ട് ഇവിടെ വന്നേക്കാം. ചോദ്യം ഞാൻ വായിക്കാം. അഗ്നിപർവ്വത ഘടകത്തെ പ്രവർത്തനവുമായി പൊരുത്തപ്പെടുത്തുക. അഗ്നിപർവ്വത ഘടകത്തെ പ്രവർത്തനവുമായി പൊരുത്തപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, ഘടകവും അതുപോലെ തന്നെ പ്രവർത്തനവും. ഘടകവും പ്രവർത്തനവും. ഫസ്റ്റ് നോക്കിയേ, ഒന്നാമത്തത് മാഗ്മ ചേംബർ. മാഗ്മ ചേംബർ. രണ്ടാമത് നോക്കിയേ, കുഴൽ. അഗ്നിപർവ്വതവുമായി ബന്ധപ്പെട്ട ടേമുകളാണ് ഇവിടെ പറയുന്നത്. മാഗ്മ ചേംബർ, കുഴൽ. നെക്സ്റ്റ് വെന്റ്. നെക്സ്റ്റ് വെന്റ്. വെന്റ്. ഓക്കെ, നോക്കണോ? ഇവിടെ നോക്കിയേ, പ്രവർത്തനം, അതായത് ഈ ഓരോ സവിശേഷതയുടെയും പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് തൊട്ട് അടുത്ത ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ തന്നിരിക്കുന്നത് മാഗ്മ ഉയരുന്നതിനുള്ള പാത, ഉപരിതലത്തിനടിയിൽ ഉരുകി പാറയുടെ സംഭരണം, അഗ്നിപർവ്വത വാതകങ്ങളും വസ്തുക്കളും പുറത്തേക്ക് പോകുന്ന ദ്വാരം. ഇനിയാണ് നമ്മുടെ ഓപ്ഷൻ A. ഓപ്ഷന്റെ ആ ഒരു ഘടനയിലെ മാറ്റം നമുക്കറിയാം. അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്, നോക്കിയേ, മാഗ്മ ചേംബർ. മാഗ്മ ചേംബർ എന്ന് പറഞ്ഞാൽ മിക്കവാറും ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് മാഗ്മ ചേംബർ എന്ന് പറയുന്നത്. ഉപരിതലത്തിനടിയിൽ ഉരുകിയ പാറയുടെ സംഭരണം. അപ്പൊ നമുക്കിവിടെ പറയാം, ഒന്നാമത്തേനെ നമുക്ക് B എന്നെടുക്കാം. കുഴൽ, അടുത്തത് വെന്റ്. ഒന്നാമത്തേനെ B എന്നെടുത്താൽ രണ്ട് ഓപ്ഷനിലും, അതായത് ബിയിലും സിയിലും ഒന്നാമത്തത് B ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾ നോക്കിയ ബാക്കി രണ്ട് കാര്യങ്ങളെയും ഒരു പക്ഷേ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇവിടെ നോക്കിയ രണ്ടാമത്തത് കുഴൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്മ ഉയരുന്നതിനുള്ള പാതയാണ് കുഴൽ എന്ന് പറയുന്നത്. അപ്പം രണ്ടാമത്തത് A ആണ്. വെന്റ് എന്താണ്? മൂന്നാമത്തത്. ഇവിടെ നമ്മൾ ബിയും എയും എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരാണുള്ളത്? സിയിൽ പറയുന്ന നോക്കിയേ, അഗ്നിപർവ്വത വാതകങ്ങളും വസ്തുക്കളും പുറത്തേക്ക് പോകുന്ന ദ്വാരമാണ് എന്ത്? വെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ 1B 2A 3C, 1B 2A 3C, നമുക്കറിയാം ഉത്തരം ഓപ്ഷൻ B ആണ്. ഓപ്ഷൻ B ആണ് ഉത്തരം. അപ്പൊ ഇത്തരത്തിലൊരു ചോദ്യം ഡിഗ്രി ലെവൽ എക്സാമിന് വന്നു. അപ്പൊ നമുക്കറിയാം, അഗ്നിപർവ്വതം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് എടുത്തു പറയാത്ത ഒരു ടോപ്പിക്കാണ് ജോഗ്രഫിയിൽ. പക്ഷേ ചോദ്യം വന്ന ഏരിയ കണ്ടല്ലോ. ഇതിപ്പം ഇവിടെ പറഞ്ഞു തന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ പരീക്ഷ ഹാളിൽ ഒരുപാട് ടെൻഷനോടുകൂടി ഇരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റിയെന്ന് വരില്ല.
നമുക്കിനി അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ മറ്റൊരു ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചതാണ്. അടുത്തടുത്ത ഒരേ മാസം നടന്ന അടുത്തടുത്ത 2 പരീക്ഷകൾ ഡിഗ്രി ലെവൽ എക്സാം. പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം വായുവിലേക്ക് പുറന്തള്ളുന്ന എല്ലാ പാറക്കഷ്ണങ്ങളെയും ഡാഷ് എന്ന് വിളിക്കുന്നു. അഗ്നിപർവ്വതത്തിന്റെ അതേ ടോപ്പിക്കിൽ നിന്ന് തന്നെ ചോദിച്ച ഡിഗ്രി ലെവൽ അടുത്തടുത്ത് നടന്ന 2 എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് തരുന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് നടക്കുന്ന പരീക്ഷകളിലെ മേഖല കൃത്യമായ രീതിയിൽ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പോകാൻ. ഓക്കെ, ഇവിടെ നോക്കിയേ, പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം വായുവിലേക്ക് പുറന്തള്ളുന്ന എല്ലാ പാറക്കഷ്ണങ്ങളെയും ഡാഷ് എന്ന് വിളിക്കുന്നു. ഇവിടുത്തെ ഉത്തരം ലാഹാർ, പ്യുമിസ്, ടെഫ്ര, ലാവ. നമുക്ക് അധികം സുപരിചിതമല്ലാത്ത, ഫെമിലിയർ അല്ലാത്ത കുറച്ച് ടേംസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒരുവിധം മിക്ക ഉദ്യോഗാർത്ഥികളും ഇതിന് ഉത്തരം എഴുതാതെയാണ് പരീക്ഷകളിൽ നിന്ന് പുറത്തിറങ്ങിയത്. പക്ഷേ ശ്രദ്ധിക്കുക, ഇവിടെ ആൻസർ ടെഫ്രയാണ്. ഇവിടുത്തെ ആൻസർ എന്താണ്? ടെഫ്ര എന്നതാണ് ഇവിടുത്തെ ആൻസർ. അപ്പം ഇത്രയും ഭാഗം നിങ്ങൾ കണ്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ അഗ്നിപർവ്വതവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കേണ്ട റെയറായിട്ടുള്ള ചില ഫാക്ട്സ് ഉണ്ട്, നമുക്ക് നോക്കാം. ഒന്നാമത്തെ നോക്കി നിങ്ങൾ, മാഗ്മ പുറത്തേക്ക് വരുന്ന ഭൂവൽക്കത്തിലെ വിള്ളലുകളെയാണ് അഗ്നിപർവ്വത നാളി അഥവാ വെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇംഗ്ലീഷ് ടേം ആണ് നമ്മുടെ എക്സാമിന് ചോദിച്ചത്. അപ്പൊ എന്താണ് അഗ്നിപർവ്വത നാളി എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഭൂമിയുടെ അസ്തനോസ്ഫിയറിൽ സ്ഥിതി ചെയ്യുന്ന മാഗ്മ എന്ന ഉരുകിയ പദാർത്ഥം. ഈ മാഗ്മ പുറത്തേക്ക് വരുന്ന ഭൂവൽക്കത്തിലെ വിള്ളലുകളെയാണ് അഗ്നിപർവ്വത നാളി അഥവാ വെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം നമ്മുടെ എക്സാമിന് ചോദിച്ചതാണ്. നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു ടേമും കൂടിയാണ്. അഗ്നിപർവ്വതത്തിന്റെ ഉപരിതല ഭാഗത്ത് ഫണലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് രണ്ടാമത്തത്. അഗ്നിപർവ്വത മുഖം, ക്രേറ്റർ. പഠിച്ചു വെച്ചോ, അടുത്ത പരീക്ഷയുടെ ചോദ്യം. അഗ്നിപർവ്വതത്തിന്റെ ഉപരിതല ഭാഗത്ത് ഫണൽ, അതായത് അഗ്നിപർവ്വത സ്ഫോടനം. ഇതിപ്പോ ഒരു അഗ്നിപർവ്വതമാണ് എങ്കിൽ ആ സ്ഫോടനം ഉണ്ടായി കഴിഞ്ഞാൽ ഈ അഗ്നിപർവ്വതത്തിൽ നിന്ന് പുറത്തേക്ക് എന്ത് വരും? ലാവ വരും. ഇവിടെ രൂപപ്പെടുന്ന ഈ ഫണലിന്റെ ആകൃതിയിൽ, നമ്മൾ ചോർപ്പ് എന്നൊക്കെ പറയാറുള്ള ഫണലിന്റെ ആകൃതിയിൽ രൂപപ്പെടുന്ന ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് അഗ്നിപർവ്വത മുഖം. ഇവിടെ ഇംഗ്ലീഷ് ടേമിനാണ് ഇമ്പോർട്ടൻസ്, ക്രേറ്റർ. ഈ ക്രേറ്റർ ഏരിയാസിൽ ഉണ്ടാവുന്ന തടാകങ്ങളെ നമ്മൾ ക്രേറ്റർ തടാകങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ അഗ്നിപർവ്വതത്തിന്റെ ഉപരിതല ഭാഗത്ത് ഫണലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് അഗ്നിപർവ്വത മുഖം അഥവാ ക്രേറ്റർ. ഉപരിതലത്തിനടിയിൽ ഉരുകിയ പാറയുടെ സംഭരണ ഭാഗമാണ് മാഗ്മ ചേംബർ. ഈ ഒരു ടീമും നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഉള്ളതായിരുന്നു. അപ്പൊ ക്വസ്റ്റ്യനിൽ ഉള്ളതും പഠിക്കുന്നുണ്ട്, ഇനി വരാൻ സാധ്യതയുള്ളതും ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ അഗ്നിപർവ്വതവുമായി ബന്ധപ്പെട്ട് അഥവാ വോൾക്കാനിക് ഇറപ്ഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. മാഗ്മ പുറത്തേക്ക് വരുന്ന ഭൂവൽക്കത്തിലെ വിള്ളലുകളെയാണ് അഗ്നിപർവ്വത നാളി അഥവാ വെന്റ് എന്ന് പറയുന്നത്. അഗ്നിപർവ്വതത്തിന്റെ ഉപരിതല ഭാഗത്ത് ഫണലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് അഗ്നിപർവ്വത മുഖം അഥവാ ക്രേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ കാണപ്പെടുന്ന തടാകങ്ങൾ, അതായത് ഈ ക്രേറ്റർ ഏരിയയോട് സമീപത്തായി കാണപ്പെടുന്ന തടാകങ്ങളെ അറിയപ്പെടുന്ന പേര് ക്രേറ്റർ തടാകങ്ങൾ എന്നാണ്. ഉപരിതലത്തിനടിയിൽ ഉരുകിയ പാറയുടെ സംഭരണ ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് മാഗ്മ ചേംബർ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ചുടുനീരുറവകളെ സ്പാ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് സ്പാ എന്ന് പറഞ്ഞാൽ? അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ചുടുനീരുറവകളെ വിളിക്കുന്ന പേരാണ് സ്പാ. നെക്സ്റ്റ്, അഗ്നിപർവ്വത സ്ഫോടനത്തോടനുബന്ധിച്ച് പുറത്തു വരുന്ന മാഗ്മയോടൊപ്പം ധാരാളം വാതകങ്ങളും പുറത്തു വരാറുണ്ട്. വാതകങ്ങളിൽ 98% നീരാവിയാണ്. എന്താണ്? നീരാവിയാണ്. അപ്പം അഗ്നിപർവ്വത സ്ഫോടനത്തോടനുബന്ധിച്ച് പുറത്തു വരുന്ന മാഗ്മയോടൊപ്പം ധാരാളം വാതകങ്ങളും പുറത്തു വരാറുണ്ട്. വാതകങ്ങളിൽ 98% നീരാവിയാണ്. 98% നീരാവിയാണ്. ഇനി നോക്കിയേ, ലാവയോടൊപ്പം പുറത്തു വരുന്ന പാറ കഷ്ണങ്ങളെ, ഇതായിരുന്നു തൊട്ടടുത്ത പരീക്ഷയുടെ ചോദ്യം. ലാവയോടൊപ്പം പുറത്തു വരുന്ന പാറ കഷ്ണങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ടെഫ്ര. അപ്പൊ ടെഫ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ലാവ പുറത്തേക്ക് വരുന്ന സമയത്ത് അതിനോടൊപ്പം വരുന്ന പാറ കഷ്ണങ്ങളെയാണ് ടെഫ്ര എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ഒരു റെയർ പോയിന്റ് പഠിച്ചു വെച്ചോ. ലാവയിൽ നിന്ന് ലഭിക്കുന്ന പ്രകൃതിദത്ത ഗ്ലാസ്, ലാവയിൽ നിന്ന് ലഭിക്കുന്ന പ്രകൃതിദത്ത ഗ്ലാസിനെ അറിയപ്പെടുന്ന പേരാണ് പ്യൂമിസ്. പഠിച്ചു വെച്ചോ, പ്യൂമിസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ചുടുനീരുറവകളെ അറിയപ്പെടുന്ന പേരാണ് സ്പാ.
അഗ്നിപർവ്വത സ്ഫോടനത്തോടനുബന്ധിച്ച് പുറത്തു വരുന്ന മാഗ്മയോടൊപ്പം ധാരാളം വാതകങ്ങളും പുറത്തു വരാറുണ്ട്. വാതകങ്ങളിൽ 98% നീരാവിയാണ്. ലാവയോടൊപ്പം പുറത്തു വരുന്ന പാറക്കഷ്ണങ്ങളെ ടെഫ്ര എന്നാണ് വിളിക്കുന്നത്. PYQ. നെക്സ്റ്റ്, ലാവയിൽ നിന്ന് ലഭിക്കുന്ന പ്രകൃതിദത്ത ഗ്ലാസ് ആണ് പ്യൂമിസ്. പഠിച്ചു വെച്ചോ, പ്യൂമിസ്. നെക്സ്റ്റ്, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് എവിടെ നിന്നാണ് എന്ന കാര്യത്തിലായിരിക്കും അടുത്ത ഒരു തോട്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഈ പാഠഭാഗം വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പാഠം അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം വന്നിരിക്കുന്ന പാഠഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു പാഠഭാഗമാണ്. നിലവിലെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 മാറുന്ന ഭൂമി. കണ്ടോ, ഈ ഒരു ചാപ്റ്ററിലാണ് ഈ പറയുന്ന മാഗ്മ ചേംബർ പോലെയുള്ള ടേമുകളെ കുറിച്ച് പറയുന്നത്, ക്രേറ്റർ തുടങ്ങിയ ടേമുകളെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന സമയത്ത് ഒരു ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഒരു ഭാഗത്ത് പറയുന്ന ഈ ടേമുകളെ എല്ലാം കൃത്യമായിട്ട്, അത് ഏത് പാഠപുസ്തകത്തിലാണെങ്കിലും നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത എന്ത് ടേമുകൾ കണ്ടാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സെർച്ച് ചെയ്ത് പഠിച്ച് വേണം മുന്നോട്ട് പോകാൻ. അതുപോലെ ഈ ഭാഗം അല്ലെങ്കിൽ ഈ ഒരു ഏരിയ വരുന്ന മറ്റൊരു പാഠഭാഗമാണ് +1 ചാപ്റ്റർ 10 പർവ്വതങ്ങൾ എന്ന് പറയുന്ന ഭാഗം. ഈ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വേണം സ്കൂൾ ടെക്സ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യാൻ, പരിശോധിച്ച് സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകാൻ. നെക്സ്റ്റ്, അടുത്ത ഒരു ചോദ്യം, ഇതും PYQ ആണ്, പക്ഷേ സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് വന്നതാണ്, അതുകൊണ്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതെല്ലാം മാറിയ സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണെന്ന കാര്യം നമ്മൾ ആലോചിക്കണം. അപ്പം നമുക്ക് മാറിയ സ്കൂൾ ടെക്സ്റ്റും അതുപോലെ തന്നെ അതിനു മുമ്പുള്ള സ്കൂൾ ടെക്സ്റ്റും കൃത്യമായിട്ട് പഠിക്കണം. കേരളത്തിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ അത്യാധുനിക സംവിധാനങ്ങളുടെ സേവനം ഉറപ്പാക്കി സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം. അപ്പൊ സംസ്ഥാനത്തെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ അത്യാധുനിക സംവിധാനങ്ങളുടെ സേവനം, ഉറപ്പാക്കി സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷനാണുള്ളത്. കവചം, സുരക്ഷായനം, അനുയാത്ര, ഇവയൊന്നുമല്ല. ഇവിടെയും ഉത്തരം ഓപ്ഷൻ എ ആണ്, കവചമാണ്. ഓപ്ഷൻ എ ആണ് കവചം. അപ്പം ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇതും PYQ ചോദിച്ചതാണ്, സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്താണ് സുരക്ഷായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുദ്രാവാക്യമാണ് സുരക്ഷായനം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുദ്രാവാക്യമാണ് അല്ലെങ്കിൽ മോട്ടോ ആണ് സുരക്ഷായനം. ഇനി എന്താണ് അനുയാത്ര? നമ്മുടെ കേരള സംസ്ഥാനത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി, സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് അനുയാത്ര എന്ന് പറയുന്നത്. ഇനി നമുക്ക് കവചം എന്ന ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു ടേം എവിടെ നിന്ന് വന്നു എന്ന് നോക്കാം. കേരളത്തിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ അത്യാധുനിക സംവിധാനങ്ങളുടെ സേവനം ഉറപ്പാക്കി സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. കണ്ടല്ലോ, കേരള വാർണിംഗ്സ്, ക്രൈസിസ് ആൻഡ് ഹസാർഡസ് മാനേജ്മെന്റ്. ഓക്കെ, കേരളത്തിലെ ദുരന്ത സാധ്യതയുള്ള മുഴുവൻ പ്രദേശങ്ങളും ഏകീകൃത മുന്നറിയിപ്പ് സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്ന പ്രവർത്തന രീതിയാണ് കവചം സംവിധാനത്തിനുള്ളത്. ഇത്തരത്തിൽ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇതൊക്കെ അടുത്ത ചോദ്യങ്ങളാണ്. കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും ദുരന്ത സാധ്യതകളെ യഥാസമയം നിരീക്ഷിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത മുന്നിൽ കണ്ടാൽ സ്ഥാനം അടിസ്ഥാനമാക്കിയുള്ള SMS, ലൊക്കേഷൻ ബേസ്ഡ് SMS, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള വാർത്താവിനിമയ മാധ്യമങ്ങൾ എന്നിവ വഴിയും അതുപോലെ തന്നെ സൈറൺ സ്ട്രാപ്പ് ലൈറ്റ് ശൃംഖല പ്രവർത്തിച്ചും ദ്രുതഗതിയിൽ ജനങ്ങളെ അറിയിക്കുകയും വിവിധ തലത്തിൽ നടപടികൾ സ്വീകരിക്കലുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. അപ്പം അത്യാധുനിക സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നു എന്നത് നിങ്ങൾക്ക് ഇത് വായിച്ചപ്പോൾ മനസ്സിലായി കാണും. അപ്പൊ ഇത്തരത്തില് ഈ ചോദ്യം വന്നിരിക്കുന്നതും സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ്. നോക്കിയേ, അടുത്തൊരു ചോദ്യം നോക്കിയേ. താഴെ പറയുന്ന പുനരുപയോഗ ഊർജ സ്രോതസ്സുകളെ ഇന്ത്യയിലെ വൈദ്യുതോർജ്ജോൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. കണ്ടോ, ഇതും ഒരു ഡിഗ്രി ലെവൽ ചോദ്യമാണ്. താഴെ പറയുന്ന പുനരുപയോഗ ഊർജ സ്രോതസ്സുകളെ ഇന്ത്യയിലെ
വൈദ്യുതോൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. സംഭാവന കുറയുന്ന ക്രമത്തിൽ, ഏറ്റവും കൂടുതൽ, അതിൽ കുറവ്. ഓക്കെ, സൗരോർജ്ജമാണ് ഒന്നാമത്തത്, കാറ്റിൽ നിന്നുള്ള ശക്തി, കാറ്റിന്റെ ശക്തി രണ്ടാമത്തത്, ബയോമാസ് മൂന്നാമത്തത്. ഇതിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കൂ എന്നതാണ് നമ്മുടെ ജോലി. ഓപ്ഷൻ എ, ബി, സി, ഡി. നമുക്കറിയാം ഏറ്റവും സുലഭമായി ലഭ്യമാകുന്നത്, കുറഞ്ഞു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വരേണ്ടത് ഏറ്റവും സുലഭമായി ലഭ്യമാകുന്നത് എന്തായിരിക്കും? ഏറ്റവും സുലഭമായിട്ട് ലഭ്യമാകുന്നത് സൗരോർജ്ജമായിരിക്കും. ഇവിടെ 3 സൗരോർജ്ജം വന്നിട്ടുള്ളത്. നെക്സ്റ്റ് പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? കാറ്റിൽ നിന്നുള്ള ശക്തി, കാറ്റിന്റെ ശക്തി ആയിരിക്കും. മൂന്നാമതായിട്ട് ബയോമാസ് ആയിരിക്കും. ഇവിടെ നിങ്ങൾ ഈ ഒരു സിമ്പലും കൂടെ ശ്രദ്ധിക്കണം, ഇതിനും വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇത് ഏത് രീതിയിലാണ് തന്നിട്ടുള്ളത് എന്നും നോക്കണം. പെട്ടെന്ന് ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ ചാടിക്കേറി പോവരുത്. നോക്കിയേ, ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സൗരോർജ്ജമാണ് ഏറ്റവും കൂടുതൽ, അതിൽ കുറവ് കാറ്റ്, ഏറ്റവും കുറവ് കമ്പാരിറ്റീവ്ലി ബയോമാസും ആണ്. അപ്പൊ നോക്കിയേ, ഈ ഒരു ചോദ്യം നിങ്ങൾ കണ്ടു, ഇതും ഒരു ഡിഗ്രി ലെവൽ എക്സാം ചോദ്യമാണ്. ഇത് വന്നിരിക്കുന്നതും നമ്മുടെ 10ാം ക്ലാസ്സിലെ സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ്. 10ാം ക്ലാസ്സിലെ സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ്. ചാപ്റ്റർ നോക്കിക്കേ, 8ാമത്തെ ചാപ്റ്റർ, പുതിയ പാഠപുസ്തകത്തിലെ 8ാമത്തെ ചാപ്റ്റർ സുസ്ഥിരതയിലേക്ക് എന്ന ഭാഗത്ത് നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കാം, ഇവിടെ കൃത്യമായിട്ട് ഓരോന്നിനെ കുറിച്ചും പറയുന്നുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, നിങ്ങൾ ആ ചാപ്റ്റർ വായിച്ച് നോക്കുക. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഇതൊരു ലോജിക്കലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്തതിലേക്ക് പോവാം. ചാപ്റ്റർ നമ്മൾ പരിചയപ്പെട്ടു. നെക്സ്റ്റ് അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, നമ്മൾ പരിചയപ്പെട്ടു വരുന്ന 5ാമത്തെ ചോദ്യമാണ്. ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് 3D എന്നാണ്. 3D നമ്മൾ 3D എന്ന് കേൾക്കാറുണ്ട്. 3D ഷോ, അതിനെയാണ് ത്രിമാന ദൃശ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഇവിടെ നോക്കിയേ, ഓവർലാപ്പോട് കൂടിയ, ഓവർലാപ്പ് എന്താണെന്ന് അറിയാവുന്നവർക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റൂ. ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ടെലസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, സ്റ്റീരിയോസ്കോപ്പ്, കാലിഡോസ്കോപ്പ്. ഇത് അറിയാവുന്ന ഒരാൾക്ക് ഒരുപക്ഷെ ആൻസറിലേക്ക് എത്താൻ പറ്റിയേക്കും. ബാക്കിയുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം അറിയാവുന്ന ഒരാൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഇതിന്റെ ആൻസർ നമുക്കറിയാം, ഓപ്ഷൻ സി ആണ്, സ്റ്റീരിയോസ്കോപ്പ് ആണ്. ഓപ്ഷൻ സി സ്റ്റീരിയോസ്കോപ്പ് ആണ് കേട്ടോ. ഓപ്ഷൻ സി സ്റ്റീരിയോസ്കോപ്പ് ആണ്. ഓക്കെ ആണല്ലോ, സ്റ്റീരിയോസ്കോപ്പ് ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്റർ എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കാം. ഇതും 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ, പഴയ ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെ ചാപ്റ്റർ, ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനവും എന്ന ചാപ്റ്ററിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കിയേ, ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെ സ്റ്റീരിയോ പെയർ എന്ന് വിളിക്കുന്നു. മനസ്സിലായല്ലോ? ഇവിടെ നമ്മുടെ ആൻസർ വരുന്ന ഏരിയ, ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ്. ഇതാണ് നമ്മുടെ ആൻസർ. ഇതാണ് ആ ഉപകരണം. ആ കുട്ടി ചിത്രം വെച്ച് പരിശോധിക്കുകയാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്ന ഒരു കണ്ടന്റ് ആണ്. അപ്പൊ ഇത്തരത്തില് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സ്കൂൾ പാഠപുസ്തകങ്ങൾ നന്നായി പഠിച്ചിട്ട് വേണം ഒരു എക്സാമിന് വേണ്ടി പോവാൻ. ഒപ്പം തന്നെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ പറയുന്ന കണ്ടന്റുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മറ്റു വിവരങ്ങളുണ്ടോ അതിനെ കൂടി ഒന്ന് നന്നായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാം. ഇത്തരത്തിലാണ് നമ്മുടെ ചോദ്യങ്ങൾ വരുന്നത് എന്ന് പരിചയപ്പെടുത്തലാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾ ഇതനുസരിച്ച് വേണം നിങ്ങളുടെ പഠനം ചിട്ടപ്പെടുത്താൻ. അപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഇത്തരത്തില് പാഠപുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അധിക ഫാക്റ്റുകളെ ഉൾപ്പെടുത്തിയുള്ള ഡിഗ്രി ലെവൽ ക്ലാസ്സുകളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക, CC ആയിട്ട് കോൺടാക്ട് ചെയ്യുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഈ ഡിഗ്രി ലെവൽ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾ കൃത്യമായിട്ട് പഠിച്ച്, കൃത്യമായിട്ട് റിവിഷൻ ചെയ്ത്, കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകൾ എഴുതി, നല്ല ഒരു സ്റ്റഡി പ്ലാനോടുകൂടി മുന്നോട്ട് പോയി നല്ല ഒരു റാങ്ക് നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടങ്ങിയ നിരവധി ഡിഗ്രി ലെവൽ എക്സാമുകളാണ് ഇനി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പം ഈ പരീക്ഷകൾക്ക് വേണ്ടി ഇപ്പോഴേ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനുമായി മുന്നോട്ട് പോയാൽ റാങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കും സ്ഥാനം പിടിക്കാൻ സാധിക്കും. അപ്പം ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അതിനുശേഷം ബാച്ചിൽ ജോയിൻ ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാനോടുകൂടി പഠിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പം
എന്തായാലും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നടത്തിയ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് അനാലിസിസ് വളരെ ചെറിയ കാര്യമാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ അതിനുവേണ്ടി കോഴ്സിൽ ജോയിൻ ചെയ്യാൻ കോൺടാക്ട് ചെയ്യുക. വരാനിരിക്കുന്ന എക്സാമുകളിൽ നല്ലൊരു റിസൾട്ട് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക്സ്.